അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. പ്രിയമുള്ള മുഅ്മിനുകളെ, ഇന്നലെ സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധമായ ഉദ്ഹിയ്യത്ത് കർമ്മവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ഘട്ടം ഘട്ടമായി അല്പാൽപമായി പറഞ്ഞുവിടാൻ ഉദ്ദേശിക്കുകയാണ്. പ്രഥമമായി ഉദ്ഹിയ്യത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം ചെറിയ രീതിയിൽ ഒന്ന് വിശദീകരിക്കും. ഉദ്ഹിയ്യത്ത് എന്ന് കേൾക്കും മാത്രയിൽ തന്നെ ബലിപെരുന്നാൾ എന്ന് കേൾക്കുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന രണ്ടു മഹാപുരുഷരുണ്ട്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, അവിടുത്തെ പെരിഷപുത്രൻ ദബീഹുല്ലാഹി ഇസ്മായിൽ നബി അലൈഹിസ്സലാം. ഈ രണ്ടു മഹാപുരുഷരെ ബന്ധപ്പെട്ടിട്ടാണ് ഉദ്ഹിയ്യത്തിൻ്റെ ചരിത്രം കിടക്കുന്നത്. ഉദ്ഹിയ്യത്തിൻ്റെ താഴ്വേരുകൾ ഇവരിലേക്കാണ് ചെന്നു മുട്ടുന്നത്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വാർദ്ധക്യം അങ്ങെത്തിയപ്പോഴാണ് അല്ലാഹു സന്താന സൗഭാഗ്യം നൽകിയത്. തൻ്റെ 86-ാമത്തെ വയസ്സിൽ, ഇമാമുകൾ രേഖപ്പെടുത്തിയതനുസരിച്ച് തൻ്റെ 86-ാമത്തെ വയസ്സിലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഹാജർ ബീവിയിൽ മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം പിറക്കുന്നത്. അതിനുശേഷം 13 വർഷം കഴിഞ്ഞിട്ടാണ് ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം പിറക്കുന്നത്. അപ്പോൾ വാർദ്ധക്യം അങ്ങെത്തിയ ശേഷമാണ് സന്താന സൗഭാഗ്യം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഉണ്ടായത്. നിത്യമായ പ്രാർത്ഥനകളിലൂടെ ഒരു സന്താന സൗഭാഗ്യത്തിന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് വല്ലാതെ ആവശ്യപ്പെട്ടിരുന്നു. സൂറത്തു സ്വാഫാത്തിൻ്റെ 100-110 ആയത്തുകളിൽ ആ കഥ പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, എൻ്റെ നാഥ, സ്വാലിഹീങ്ങളിൽപ്പെട്ട സജ്ജനങ്ങളിൽപ്പെട്ട ഒരു സന്താനത്തെ എനിക്ക് നീ നൽകണം അല്ലാഹ്. ഇബ്രാഹിം നബിയുടെ ദുആയാണ്. സ്വാലിഹീങ്ങളിൽപ്പെട്ട സന്താനത്തെ നൽകാനാണ് ആവശ്യപ്പെടുന്നത്. ഇമാം റാസി റളിയല്ലാഹു അൻഹു പ്രത്യേകം അവിടെ വിശദീകരിച്ചത് കാണാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കാന മൗസൂഫൻ ബിസ്വലാഹ്, മഹാനവറുകളും വലിയ സ്വാലിഹായിരുന്നു. തൻ്റെ പ്രാർത്ഥനയും പരിശുദ്ധ ഖുർആൻ സൂറത്തു ശുഅറായിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. വഅൽഹിഖ്നി ബിസ്വാലിഹീൻ, ഇബ്രാഹിം നബിയുടെ ദുആ, എന്നെ സ്വാലിഹീങ്ങളോട് ചേർക്കണം അല്ലാഹ്. അപ്പം തന്നിലുണ്ടായിരിക്കുന്ന ആ ഗുണം തൻ്റെ മകനും കിട്ടണം, സദ്വൃദ്ധനായ ഒരു സന്താനമാകണം എന്നുള്ള ആശ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ ദുആയിലൂടെ അള്ളാഹുവിനോട് പ്രകടിപ്പിച്ചു. സ്വാലിഹാകുക, സ്വലാഹ് എന്ന് പറയുന്നത് അഷ്റഫു മഖാമാത്തിൽ ഇബാദ് എന്നാണ് ഇമാം റാസി റഹിമഹുല്ലാഹ് വിശദീകരിച്ചത്. നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ചർച്ചയിലേക്ക് കടക്കുന്നില്ല. ഇമാം റാസി തങ്ങളുടെ തഫ്സീർ ആ ഭാഗത്ത് നോക്കിയാൽ പണ്ഡിതന്മാർക്ക് കാണാവുന്നതാണ്. അങ്ങനെ സ്വാലിഹീങ്ങളിൽപ്പെട്ട ഒരു സന്താനം ലഭിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്തു. ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം, അള്ളാഹു പറയുന്നു, നമ്മൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഒരു ഹലീമായ സഹനശാലിയായ ഒരു ആൺകുട്ടിയെ കൊണ്ട് സുവിശേഷം അറിയിച്ചു, സുവാർത്ത അറിയിച്ചു, സന്തോഷ വാർത്ത അറിയിച്ചു. ഇബ്രാഹിം നബിയെ തങ്ങൾക്ക് ഹലീമായ സഹനശാലിയായ, ക്ഷമിക്കാനൊക്കെ കഴിവുള്ള നല്ല ഒരു ആൺകുട്ടിയെ നാം നൽകുന്നു എന്ന സന്തോഷ വാർത്ത, സുവാർത്ത ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അള്ളാഹു അടുത്ത സൂക്തത്തിലൂടെ നൽകി. ഇമാം റാസി റളിയല്ലാഹു അൻഹു, ഇമാം ഇസ്മാഇലുൽ ഹഖി റഹിമഹുല്ലാഹ് തുടങ്ങിയ മഹാന്മാരൊക്കെ, മുഫസ്സിറുകളൊക്കെ അവിടെ വിശദീകരിക്കുന്നു. ഈ സന്തോഷ വാർത്തയിൽ 3 കാര്യങ്ങളെ കൊണ്ടുള്ള സുവാർത്തകളാണുള്ളത്. ഒന്ന്, നിങ്ങൾക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നത് നല്ല ഒരു ആൺകുട്ടിയെയാണ്. ആ കുട്ടി പ്രായപൂർത്തിയാകുന്നത് വരെ എന്തായാലും നിലനിൽക്കും. കാരണം കുട്ടികൾക്ക്, ചെറിയ കുട്ടികൾക്ക് ഹലീം എന്ന വിശേഷണം നൽകില്ല. ഹിൽമിന് പ്രായമാകുന്നത് വരെ ആയുസ്സുണ്ടാകുമ്പോഴാണല്ലോ ഹലീം എന്ന് പറയുക. 2, 3, ആ കുട്ടി ഹലീമാണ്, സഹനശാലിയായ കുട്ടിയാണ്. ഇങ്ങനെ 3 കാര്യങ്ങൾ ആ സുവാർത്തയിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അത് മുഴുക്ക സാക്ഷാത്കരിക്കപ്പെട്ടു എന്ന് ഇമാം റാസി തൻ്റെ തഫ്സീറുൽ കബീറിലും ഇസ്മാഇലുൽ ഹഖി റഹിമഹുല്ലാഹ് തൻ്റെ റൂഹുൽ ബയാനിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം സദ്വൃദ്ധനായ ഒരു സന്താനത്തിനു വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്തു. തൻ്റെ 86-ാം വയസ്സിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല
സ്വാലിഹായ ഹലീമായ സഹനശാലിയായ ഒരു സന്താനത്തെ മഹാനവറുകൾക്ക് നൽകുകയും ചെയ്തു. പരിശുദ്ധ ഖുർആൻ പറയുന്നത് ഫലമ്മാ ബലഗ മഅഹു സഅയ ഖാല യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ ഖാല യാ അബതി ഫഅൽ മാ തുഅമർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് വാർദ്ധക്യദശയിൽ നൽകപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാം ഫലമ്മാ ബലഗ മഅഹു സഅയ, പിതാവാകുന്ന ഇബ്രാഹിം നബിയോടൊപ്പം പ്രയത്നിക്കാനുള്ള പ്രായമെത്തിയപ്പോൾ, ഇബ്രാഹിം നബിയോടൊപ്പം ആവശ്യങ്ങളിലും ജോലികളിലൊക്കെ സഹായിക്കാനും ഇടപെടാനുമൊക്കെയുള്ള പ്രായമെത്തിയപ്പോൾ, മുഫസ്സിറുകളൊക്കെ പറയുന്നത് 13 വയസ്സായപ്പോൾ, 13 വയസ്സ് തികഞ്ഞപ്പോൾ, ആല ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, യാ ബുനയ്യ, ഏ കുഞ്ഞുമോനെ, ഇന്നി അറാഫിൽ മനാം, നിശ്ചയം ഞാൻ സ്വപ്നത്തിൽ ദർശിക്കുന്നു, കണ്ടിരിക്കുന്നു, കാണുന്നു, അന്നി അദ്ബഹുക, നിന്നെ അറക്കുന്നതായിട്ട്, ബലി നടത്തുന്നതായിട്ട്. 2 നിലക്കുള്ള വിശദീകരണങ്ങൾ കൂടുതലായി ഇമാമുകൾ പറഞ്ഞു കാണുന്നുണ്ട്. വേറെയും വിശദീകരണങ്ങളുണ്ട്. അതായത് സ്വപ്നത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ ബലി അറക്കുന്നതായി നേരിട്ട് കണ്ടു. അതല്ലെങ്കിൽ ഒരാൾ വന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് ഈ പുത്രനെ ബലി നടത്താൻ കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള 2 വിശദീകരണങ്ങളും നൽകിയിട്ടുണ്ട്. ഐ അറാ ഹാദിഹി സൂറത്ത് ബിഐനിഹ, നേരെ തന്നെ ഈ രംഗം ഞാൻ കാണുകയാണ്, നിന്നെ അറക്കുന്നതായിട്ട് കാണുകയാണ്. വഖീല ഇന്നഹു റഅ ലൈലത്ത് തർവിയത്തി കഅന്ന ഖായില യഖൂലു ലഹു ഇന്നല്ലാഹ യഅ്മുറുക ബിദ്ബഹി ബിനിക ഹാദാ. തർവിയത്തിന്റെ രാവിൽ, ലൈലത്തു യൗമു തർവിയ എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജ 8-ക്കാണ് പറയാം. അപ്പോൾ ആ തർവിയത്തിന്റെ രാവിൽ എന്ന് പറഞ്ഞാൽ 8-ന്റെ രാവിൽ, ദുൽഹിജ്ജ 8-ന്റെ രാവിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉറക്കിൽ തന്നോട് ഒരാൾ വന്നു പറയുന്നതായി കാണുന്നു. എന്ത്? നിങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കുഞ്ഞിനെ ബലി നടത്താൻ കൽപ്പിച്ചിട്ടുണ്ട്, അറക്കാൻ കൽപ്പിച്ചിട്ടുണ്ട്. ഫലമാ അസ്ബഹ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അങ്ങനെ പ്രഭാതത്തിലായപ്പോൾ, നേരം വെളുത്തപ്പോൾ, റവാ ഫീ ദാലിക മിനസ് സ്വബാഹി ഇല റവാഹി, ആ സ്വപ്നത്തെ ചിന്തിച്ച് മഹാനവറുകൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ കഴിച്ചുകൂട്ടി. തറവ എന്ന് പറഞ്ഞാൽ യതറവ ഫീ ഉമുരിഹി ഖബ്ല യത്തഖിദ അയ്യ ഖറാറി യതഫക്കറു ഫീഹാ മലിയൻ. ഏതൊരു വിഷയത്തിലും ഒരു തീരുമാനം എടുക്കുന്നതിൻ്റെ മുമ്പ് ആലോചിക്കുക, അതിനാണ് തറവ എന്നൊരു മഅന. വേറെയും പല അർത്ഥങ്ങളുണ്ട്. ഒരർത്ഥം തറവ എന്ന് പറഞ്ഞാൽ ഒരു സുനിശ്ചിതമായ ഉറച്ച തീരുമാനം എടുക്കുന്നതിൻ്റെ മുമ്പ് ആ കാര്യങ്ങളിലൊന്നും ഇങ്ങനെ ആലോചിക്കുക. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഴിഞ്ഞ രാത്രിയിൽ ഞാൻ കണ്ട സ്വപ്നം അത് പൈശാചികമാണോ ഇലാഹിയാണോ അള്ളാഹുവിൻ്റെ ഖിബലിൽ നിന്നുള്ള യഥാർത്ഥ സ്വപ്നം തന്നെയാണോ എന്നൊരു ചിന്ത ഇങ്ങനെ മഹാനവറുകൾ നടത്തിയ ഇമാമുകൾ പറയുന്നത്. അങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ആലോചിച്ചു. അതുകൊണ്ടാണ് യൗമു തർവിയ എന്ന് ആ ദിവസത്തിന് പേര് വന്നതെന്ന്. എന്തുകൊണ്ടാണ് യൗമു തർവിയ എന്ന് ദുൽഹിജ്ജ 8-ന് പറയുന്നത് എന്നതിനെ ചൊല്ലി പല അഭിപ്രായങ്ങളുണ്ട്. പ്രചാരപ്പെട്ട വേറെ പല വീക്ഷണങ്ങളും എല്ലാ ലുഗത്തിന്റെ കിതാബുകളിലും ഫിഖഹിന്റെ കിതാബുകളിലൊക്കെ അത് പറയുന്നിടത്ത് പറഞ്ഞിട്ടുണ്ട്. ഒരർത്ഥം തർവിയത്തിന് അങ്ങനെ പേര് വരാനുള്ള കാരണം എന്തുകൊണ്ടാണ്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ സ്വപ്നത്തെ ചൊല്ലി രാവിലെ മുതൽ വൈകുന്നേരം വരെ ചിന്തിച്ചിരുന്നു, ആലോചിച്ചിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ കണ്ടോ. ഫലമ്മ അംസ, അന്ന് വൈകുന്നേരമായപ്പോൾ റഅ മിസ്ല ദാലിക, ഇതുപോലെയുള്ള സ്വപ്നം മഹാനവറുകൾ പിന്നെയും കണ്ടു. ഫഅറഫ അന്നഹു മിനല്ലാഹി തആല, അപ്പോൾ മഹാനവറുകൾക്ക് മനസ്സിലായി ഈ സ്വപ്നം അല്ലാഹുവിൽ നിന്നുള്ള സ്വപ്നം തന്നെയാണ്. അതുകൊണ്ടാണ് സുമ്മിയ യൗമ അറഫ, അന്നേ ദിവസത്തിന് അറഫ ദിവസം, മഹാനവറുകൾ മനസ്സിലാക്കിയ അറിഞ്ഞ ദിവസം എന്ന് പറയുന്നത് അറഫ. സുമ്മ റഅ ഫി ലൈലത്തി സാലിസത്തി, 3-ാമത്തെ രാത്രിയിലും ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇപ്രകാരം സ്വപ്നം കണ്ടു. ഫഹമ്മ ബിനഹരിഹി, ആ ദിവസത്തിൽ അറക്കാൻ വേണ്ടി തീരുമാനിച്ചു. അതുകൊണ്ടാണ് അതിന് യൗമുൻ നഹർ, അറവിന്റെ ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ ഏതായാലും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അറക്കാനുള്ള കൽപ്പന ഉണ്ടായി. അതിൻ്റെ പല വിശദീകരണങ്ങളും ഇമാമുകൾ നൽകിയിട്ടുണ്ട്. അതാണ് നമ്മൾ പറഞ്ഞത്. അപ്പം ഞാൻ അറുക്കാനുള്ള കൽപ്പന ഇബ്രാഹിം നബി ഇസ്മായിൽ നബിയോട് പങ്കുവച്ചപ്പോൾ പറഞ്ഞപ്പോൾ എല്ലാ നിലക്കും അത് ശിരസാവഹിച്ച് ഏറ്റെടുത്ത് പൂർണ്ണ സംതൃപ്തിയോടുകൂടെ സ്വാഗതം ചെയ്യുന്ന ഒരു ഹിൽമ്, ഒരു സഹനശീലനായ കുഞ്ഞിനെ താങ്കൾക്ക് നൽകുമെന്ന് അല്ലാഹു പറഞ്ഞത് അവിടെ ബോധ്യപ്പെടുകയാണ്. എത്രത്തോളം ആ ഹിൽമിനോട് കിടയക്കുന്ന ഒരു ഹിൽമും
വേറെ ഇല്ലെന്ന് വരെ ഇമാമുകൾ പറഞ്ഞിട്ടുണ്ട്. നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സഹനത്തോട് കിടപിടിക്കുന്ന തുല്യമാകുന്ന ഒരു സഹനവും തന്നെ ഇല്ല എന്ന് പറയാം. കാരണം അള്ളാഹുവിൻ്റെ ആ സുവാർത്ത വളരെയധികം സത്യമായിരുന്നു. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ബാപ്പയാകുന്ന ഇബ്രാഹിം നബി ഇങ്ങനെ കൽപ്പനയുണ്ട്, എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ച സമയത്ത് മഹാനവറുകളുടെ മറുപടി വന്ധ്യപിതാവെ, അള്ളാഹു നിങ്ങളോട് എന്താണോ കൽപ്പിക്കുന്നത് അത് നിങ്ങൾ ചെയ്യുക. നിശ്ചയം അള്ളാഹു ഉദ്ദേശിക്കുകിൽ സദ്വൃദ്ധരുടെ ക്ഷമാശീലരുടെ പട്ടികയിൽ നിങ്ങൾക്ക് എന്നെ കാണാം. അങ്ങനെ അറിവുമായി ബന്ധപ്പെട്ട വിഷയം പറയുമ്പോൾ ഇമാം റാസി റളിയല്ലാഹു അൻഹു അതിൻ്റെ പശ്ചാത്തലങ്ങൾ, ആ സംഭവം അവിടെ വിശദീകരിക്കുന്നുണ്ട്. ഹുക്കിയ ഫീ ഖിസ്വത്തി ദബീഹി അന്ന ഇബ്രാഹിം അലൈഹിസ്സലാം ലമ്മ അറാദ ദബ്ഹ, അറുക്കാൻ ഉദ്ദേശിച്ചപ്പോൾ നേരെ തന്നെ ഡയറക്റ്റ് അറുക്കുന്ന വിഷയമല്ല പറഞ്ഞത്, നേരെ മറിച്ച് ഒരു ഹൈലത്ത് പ്രയോഗിച്ചു. ഇസ്മായിൽ നബി അലൈഹിസ്സലാം ആകുന്ന ആ കുട്ടിയോട് പറഞ്ഞു, യാ ബുനയ്യ ഖുദിൽ ഹബ്ല വൽ മുദിയത വൻതുലിഖ് ബിനാ ഇല ശഅബി നഹ്തതി ഫലമ്മാ തവസ്അത ശഅബ സബീർ അഖ്ബറഹു ബിമാ ഉമിറ ബിഹി. അതായത് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനോട് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി പറഞ്ഞു, മോനെ കത്തിയെടുക്കുക, കയറെടുക്കുക, നമുക്ക് മലഞ്ചെരുവിൽ പോയി വിറക് ശേഖരിക്കാനുണ്ട്. അങ്ങനെ വിറക് ശേഖരിക്കാനെന്ന് പറഞ്ഞ് പോയി സബീർ മലയുടെ ആ മലഞ്ചെരുവിലെത്തിയപ്പോൾ, ആ മധ്യഭാഗത്തെത്തിയപ്പോൾ തന്നോട് അള്ളാഹുവിൻ്റെ കൽപ്പന ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ വെച്ച് ഇസ്മായിൽ നബിയോട് പറഞ്ഞു എന്നാണ്. ആ സമയത്ത് ഇസ്മായിൽ നബി അലൈഹിസ്സലാം പറഞ്ഞ ചില കാര്യങ്ങൾ, യാ അബത്തി ഉഷ്ദുദ് റിബാഖി ഫിയ കൈല അൽത്വരിബ വഖ്ഫു അന്നി സിയാബക ലാ യൻതളിഹു അലൈഹാ ശൈഉൻ മിൻ ദമി. പിതാവേ, അറക്കുന്ന സമയത്ത് ഞാൻ കൈകാലുകളിട്ട് അടിക്കാതിരിക്കാൻ, പിടക്കാതിരിക്കാൻ, ചലിക്കാതിരിക്കാൻ, ഇൽത്വറാബില്ലാതിരിക്കാൻ എന്നെ നിങ്ങൾ ബന്ധിക്കണം, കെട്ടണം, കൈകാലുകളൊക്കെ പിടിച്ച് കെട്ടണം. അങ്ങനെ നിങ്ങളെ വസ്ത്രം എന്നെ തൊട്ട് മാറ്റി വെക്കണം. നിങ്ങളെ വസ്ത്രത്തിൽ ഒരിക്കലും എൻ്റെ രക്തം പുരളാൻ പാടില്ല. കാരണം നിങ്ങളെ വസ്ത്രത്തിൽ എൻ്റെ രക്തം പുരണ്ടത് കണ്ടാൽ ഉമ്മാക്ക് കാര്യം തിരിയും, ഉമ്മാക്കത് സങ്കടമാണ്, എൻ്റെ ഉമ്മയെ സങ്കടപ്പെടുത്തരുത്. നിങ്ങളെ കത്തി നന്നായി മൂർച്ച കൂട്ടണം. തൊണ്ടയിൽ വെച്ച് വേഗത്തിൽ അത് അറവ് നടത്തണം. ലിയക്കൂന അഹുവൻ, അത് എളുപ്പമാകാൻ വേണ്ടിയാണ്. കാരണം മരണം എന്നുള്ളത് വളരെ പ്രയാസകരമായ ഒരു സംഗതിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കത്തിയൊക്കെ നല്ല മൂർച്ച കൂട്ടണം. പിന്നെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാം പറയുന്നു, അവസാനമാണ്, വഖറ അലാ ഉമ്മി സലാമി, എൻ്റെ ഒരു സലാം എൻ്റെ ഉമ്മയോട് പറയണം. വഇന റഅയ്ത അൻ തറുദ്ദ ഖമീസി അലാ ഉമ്മി ഫഫ്അൽ, എൻ്റെ വസ്ത്രം നിങ്ങൾ അഭിപ്രായപ്പെടുന്നുവെങ്കിൽ എൻ്റെ ഉമ്മാക്ക് തിരികെ കൊണ്ടു കൊടുക്കണം, മടക്കി കൊണ്ടു കൊടുക്കണം. അത് കാണുമ്പോൾ ഉമ്മാക്ക് ആശ്വാസമുണ്ടാകും. ഫഖാല ഇബ്രാഹിം അലൈഹിസ്സലാം, ആ സമയത്ത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ പിരിശപുത്രനിൽ നിന്ന് എന്തൊരു വല്ലാത്ത മറുപടിയാണ് ആ സമയത്ത് ലഭിച്ചത്. തീർത്തും സമർപ്പിതനായി പൂർണ്ണമായി പിതാവിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് കീഴൊതുങ്ങി അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾക്ക് പൂർണ്ണമായി സമർപ്പിതനാകുന്ന ആ മകനോടുള്ള ആ സന്തോഷം, നിഅമൽ ഔനു അൻത യാ ബുനയ്യ എന്ന് പറഞ്ഞു. ثم أقبل عليه يقبله وقد ربطه وهما يبكيان ثم وضع السكين على حلقه فقال كبني على وجهه. ആ സന്തോഷത്തിൽ മകൻ്റെ ആ പൂർണ്ണമായി കീഴ്പ്പെട്ടുകൊണ്ടുള്ള മറുപടി കേട്ടപ്പോൾ ഇസ്മായിൽ നബി അലൈഹിസ്സലാം ആകുന്ന മകനെ ആ ബാപ്പ കെട്ടിപ്പിടിച്ചു, ചുംബിച്ചു, ശേഷം അറക്കാൻ വേണ്ടി കിടത്തി. ആ സമയത്ത് മകൻ പറഞ്ഞു, ഇസ്മായിൽ നബി പറഞ്ഞു, പിതാവേ, ഒരിക്കലും എന്നെ നിങ്ങൾ മലർത്തിക്കെടുത്തരുത്. കാരണം എൻ്റെ മുഖം നിങ്ങൾ കണ്ടാൽ എന്നെ നിങ്ങൾ കമിഴ്ത്തിക്കെടുത്തണം. കാരണം ഫഇന്നക ഇദാ നദർത വജ്ഹി റഹിംതനി വഅദറകതക റിഖത്തുൻ വഖദ് തഹൂലു ബൈനക വബൈനി വബൈന അംരില്ലാഹി സുബ്ഹാനഹു വതആല. അതായത് എന്നെ നിങ്ങൾ കമിഴ്ത്തിക്കെടുത്തണം. അതല്ലാത്ത പക്ഷം എൻ്റെ മുഖം കണ്ടാൽ നിങ്ങൾക്ക് എന്നോട് ദയ തോന്നും, ആർദ്രത വരും, കനിവ് വരും. അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് എന്നെ അറക്കാൻ കഴിയില്ല. അപ്പം അള്ളാഹുവിൻ്റെ കൽപ്പനക്കും നിങ്ങൾക്കും ഇടയിൽ ആ ഒരു റിഖത്ത്, ആ ഒരു ലോലത, ആ പുത്രവാത്സല്യം,
അത് മറയായി തീരും, അത് ഉണ്ടാകരുത്. അതുകൊണ്ട് നിങ്ങൾ എന്നെ കമിഴ്ത്തിക്കെടുത്തണം എന്ന് ഇസ്മായിൽ നബി അലൈഹിസ്സലാം പിതാവിനോട് ആവശ്യപ്പെടുക. ഇമാം റാസി റഹിമഹുല്ലാഹ് എഴുതുകയാണ്, അങ്ങനെ കമിഴ്ത്തിക്കെടുത്തി. അതാ പരിശുദ്ധ ഖുർആൻ ഫലമ്മാ അസ്ലമാ വതല്ലഹു ലിൽ ജബീൻ, അവർ രണ്ടുപേരും, ആ പിതാവും ആ പുത്രനും അള്ളാഹുവിന്റെ കൽപ്പനക്ക് കീഴ്പ്പെട്ട് അനുസരിച്ച് വതല്ലഹു ലിൽ ജബീൻ, അറുക്കാൻ വേണ്ടി ആ മകനെ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ ഉപ്പയാകുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം കമിഴ്ത്തിക്കിടത്തിയപ്പോൾ, അങ്ങനെ കമിഴ്ത്തിക്കിടത്തി. ആ സമയത്താണ് അള്ളാഹുവിന്റെ അറക്കാൻ ഉദ്ദേശിച്ച സമയത്ത് അള്ളാഹുവിന്റെ വിളിയാളമുണ്ടായി. വനാദൈനാഹു അയ്യാ ഇബ്രാഹിം, നമ്മൾ അദ്ദേഹത്തെ വിളിച്ചു, ഏ ഇബ്രാഹിം, ഖദ് സ്വദ്ദഖ്ത റുഇയ ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ, നിങ്ങൾ നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നു, അത് വാസ്തവീകരിച്ചിരിക്കുന്നു. നിശ്ചയം ഇതുപോലെ സുഹൃദികൾക്ക്, മുഹ്സിനീങ്ങൾക്ക് നമ്മൾ പ്രതിഫലം നൽകും. അതായത് ഇമാമുകളുടെ വിശദീകരണം അവരെ തൊട്ട് പ്രയാസങ്ങൾ നീക്കി നമ്മൾ അവർക്ക് പ്രതിഫലം നൽകും. ഇവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അറക്കാനുള്ള കൽപ്പനയുണ്ടായി. ഒരു വലിയ പ്രയാസം, പരീക്ഷണം, അതിൽ നിന്ന് അല്ലാഹു മോചനം നൽകുകയാണ്. അതൊരു വലിയ ജസാ ആണല്ലോ, അതാണ് ആ പറഞ്ഞത്. അപ്പോ നിങ്ങൾ അറക്കേണ്ടതില്ല, നിങ്ങൾ തീർച്ചയായും ആ സ്വപ്നം സാക്ഷാത്കരിച്ചിട്ടുണ്ട്. അത് സ്വദ്ദഖ്ത റുഇയ ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ. എന്തുകൊണ്ടാണ്? ശേഷം ഖുർആൻ പറഞ്ഞു, ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ, ഇത് വ്യക്തമായ ഒരു പരീക്ഷണമാണ്. താങ്കളോട് കൽപ്പിക്കപ്പെട്ട ഈ ബലിദാനം അത് കടുത്ത, വളരെ വ്യക്തമായ, വാഹിറായ ഒരു പരീക്ഷണമാണ്. എന്താണ് അങ്ങനെ പരീക്ഷിക്കപ്പെടാനുള്ള കാരണം? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ ഒരു പരീക്ഷണത്തിന് പാത്രമാവാനുള്ള, വിധേയനാകാനുള്ള കാരണം പലതും ഇമാമുകൾ വിശദീകരിച്ചിട്ടുണ്ട്. ചില ഇമാമുകൾ പറയുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ അല്ലാഹു വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല എന്നാണല്ലോ. ഇബ്രാഹിം നബി അല്ലാഹു ഖലീലാക്കി എന്നാണ്. അല്ലാഹുവിന്റെ ഖലീലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ഖുല്ലത്ത്, ഖലീൽ എന്നൊക്കെ പറഞ്ഞാൽ ഖൽബിൽ തന്റെ മഹ്ബൂബിന് മാത്രമേ ഇടമുണ്ടാകുകയുള്ളൂ. മഹ്ബൂബല്ലാത്ത ഒരാൾക്ക് ഒരു സൂചിപ്പഴുതുപോലും ഇടയില്ലാത്ത വിധം മഹ്ബൂബ് ഖൽബിൽ നിറയുന്ന അവസ്ഥക്കാണ് എന്ന് പറയുക, ഖുല്ലത്ത് എന്ന് പറയാം. അപ്പൊ അള്ളാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ വിധാനത്തിലാണ് അള്ളാഹുവിനെ കണ്ടുപോകുന്നത്. തന്റെ ഖൽബിൽ മുഴുക്ക അള്ളാഹുവാണ്, മറ്റൊന്നുമായി തന്റെ ഖൽബ് ബന്ധിച്ചിട്ടില്ല. അങ്ങനെ വാർദ്ധക്യദശയിൽ 86-ാമത്തെ വയസ്സിലൊരു കുഞ്ഞിക്കാല് കാണാൻ ഭാഗ്യമുണ്ടായപ്പോൾ തീർച്ചയായും സ്വാഭാവികമായി, മനുഷ്യ സഹജമായി ഒരു പുത്രവാത്സല്യം ആ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനോട് ഖൽബിൽ ഒരു താല്പര്യം വന്നപ്പോൾ ഖുല്ലത്തിനത് വിഘാതമാണ്. അതുകൊണ്ട് മനസ്സിൽ ആ സ്നേഹം വേണ്ടതില്ല, അത് മനസ്സിൽ നിന്ന് അറുത്തുമാറ്റണം. അതിനുവേണ്ടിയാണ് അങ്ങനെ ഒരു പരീക്ഷണത്തിന് മഹാനവറുകളെ വിധേയപ്പെടുത്തപ്പെട്ടതെന്നും പാത്രമാക്കിയതെന്നും അതിൽ മഹാനവറുകൾ വിജയിച്ചു എന്നുമാണ് പല ഖുർആൻ വ്യാഖ്യാതാക്കളും അവിടെ വിശദീകരിച്ചിട്ടുള്ളത്. അവിടെ അറക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് ഇബ്ലീസുൽ ലഈൻ ഒരു കുത്തിത്തിരിപ്പുമായി വന്നിട്ടുണ്ട്. അവൻ പിന്നെ എല്ലായിടത്തും ഉണ്ടാവുമല്ലോ. അത് ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു തന്റെ തഫ്സീറിൽ 1506 വിശദീകരിക്കുന്നുണ്ട്. കഅബ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് മകനെ അറക്കാൻ സ്വപ്നദർശനം ഉണ്ടായി. അപ്പോൾ ശൈത്താൻ പറഞ്ഞു, പിശാച് പറഞ്ഞു, ഈ സമയത്ത് ഞാനിവിടെ ഇടപെട്ടിട്ടില്ലെങ്കിൽ ഇനി ഒരു കാലത്തും എനിക്ക് ഇടപെടാൻ കഴിയൂല. ഇത് കാലകാലം ഒരു ചര്യയായി, ഒരു സുന്നത്തായി, നല്ല വഴക്കമായി ഈ ബലികർമ്മത്തെ മുസ്ലിങ്ങൾ ഏറ്റെടുക്കും. അത് പ്രയാസമാണ്, ഇത് നടക്കാൻ ഇവിടെ പാടില്ല, ഈ ബലി ഇവിടെ നടക്കരുത് എന്ന നിലക്ക്, ഇത് ഫിത്നയാക്കണം എന്ന നിലക്ക് ഒരു മനുഷ്യരൂപം പ്രാപിച്ച് ആദ്യമായി പിശാച്ച് ഇബ്ലീസ് ചെല്ലുന്നത് മഹദിയായ ഹാജർ ബീവിയുടെ അടുക്കലാണ്. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മാക്ക് കുട്ടികളോട് വല്ലാതെ ഷഫഖത്ത് ഉണ്ടാവുമല്ലോ. അപ്പൊ ആ നിലക്ക് ഉമ്മ വഴിക്കൊന്ന് ഒരു തിരിപ്പുണ്ടാക്കാൻ നോക്കിയിട്ട് മൂപ്പരെന്ത് ചെയ്തു? ഉമ്മയുടെ അടുക്കൽ ചെന്നു. വഖാല, എന്നിട്ട് പറഞ്ഞു, ആ തെദിരീന ഐന യദ്ഹബു ഇബ്രാഹിം ബിനിക്കി, നിങ്ങളെ മകനെ കൊണ്ട് ഇബ്രാഹിം എങ്ങോട്ടാ പോകുന്നത് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടോ, അറിയുമോ? ഖാലത്ത് ലാ, എനിക്കറിയില്ല, ബാപ്പയാണ്, മകനാണ്, എങ്ങോട്ടെങ്കിലും പോയിക്കോട്ടെ എന്ന നിലക്ക്. അപ്പൊ പിശാച് പറഞ്ഞു, ഇന്നഹു യദ്ഹബു ബിഹി ലിയദ്ബഹു, ആ പോകുന്നത് ചായ വാങ്ങി കൊടുക്കാനൊന്നുമല്ല, മകനെ അറക്കാൻ കൊണ്ടുപോവുകയാണ്, ബലി കഴിക്കാൻ കൊണ്ടുപോവുകയാണ്. ഖാലത്ത്, അപ്പൊ ഉമ്മ പറഞ്ഞു, കല്ലാ ഹുവ അർഅഫു ബിഹി മിൻ ദാലിക്, ഒരിക്കലും ഉണ്ടാവൂല. ആ പിതാവ് മകനോട് നല്ല കൃപയുള്ള കൃപാനുവാണ്, ദയാലുവാണ്, ഒരിക്കലും അങ്ങനെ ഉണ്ടാവൂല. ഫഖാല, അപ്പൊ പിന്നെ പിശാച് പറഞ്ഞു, ഇന്നഹു യസുഉ അന്ന റബ്ബഹു അമറഹു ബിദാലിക്,
അത് മൂപ്പര തീരുമാനമല്ല. അദ്ദേഹം വാദിക്കുന്നത്, അവകാശപ്പെടുന്നത് തൻ്റെ നാഥൻ തന്നോട് അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ട് മകനെ ബലി കഴിക്കാനെന്നാണ്. അതുകൊണ്ട് ബലി അറുക്കാൻ തന്നെയാണ് കൊണ്ടുപോകുന്നത്. ആ സമയത്ത് ആ ഉമ്മ പറഞ്ഞ വാചകം ഖാലത് ഫഇൻ കാന റബ്ബുഹു ഖദ് അമറ ബിദാലിക് ഫഖദ് അഹ്സന അയ്യുത്വഅ റബ്ബഹ. അല്ലാഹുവിൻ്റെ കൽപ്പന അങ്ങനെയാണെങ്കിൽ വഴിപ്പെടുന്നതിൽ എനിക്കെന്തു ഛേദം, എനിക്കെന്തു കുഴപ്പം, വഴിപ്പെടട്ടെ, നടക്കട്ടെ. അപ്പൊ ആ ഉമ്മ വഴിക്കുള്ള ആ ഫിത്ന പാളിന്ന് കണ്ടപ്പോൾ സുമ്മ അത്തൽ ഗുലാമ, പിന്നെ ഇസ്മായിൽ നബി അലൈഹിസ്സലാം ആകുന്ന ആ കുഞ്ഞിന്റെ അടുക്കൽ ചെന്നു. ഫഖാല, എന്നിട്ട് ചോദിച്ചു, അതദ്രി ഐന യദ്ഹബു ബിക അബൂക്, നിന്നെ കൊണ്ട് നിന്റെ ബാപ്പ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയുമോ? ഖാല ലാ, അറിയില്ല. ഖാല ഫഇന്നഹു യദ്ഹബു ബിക ലിയദ്ബഹക, നിന്നെ അറക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. ഖാല വലിമ, എന്തിനാണ് എൻ്റെ ബാപ്പ എന്നെ അറക്കേണ്ട ആവശ്യം, എന്തിനാണ് എന്നെ അറക്കേണ്ട ആവശ്യം? ഖാല സഅമ അന്ന റബ്ബഹു അമറഹു ബിദാലിക്, അദ്ദേഹം വാദിക്കുന്നത് അദ്ദേഹത്തിന്റെ നാഥനായ റബ്ബ് അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ട് എന്നാണ്. ആ സമയത്ത് തൻ്റെ ഇടിയായ ആ മകൻ, പക്വമതിയായ മകന്റെ മറുപടി ഖാല ഫൽയഫ്അൽ മാ അമറഹു അല്ലാഹു ബിഹി സമഅൻ വതഅ ലിഅംരില്ലാഹ്, അങ്ങനെ ഒരു കൽപ്പനയുണ്ടെങ്കിൽ അത് നടക്കട്ടെ, അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് എല്ലാ നിലക്കും കീഴൊതുങ്ങുന്നു, നടക്കട്ടെ. അതും പാടി. ആ ശ്രമവും വിജയിച്ചില്ല എന്ന് കണ്ടപ്പോൾ സുമ്മ ജാഅ ഇബ്രാഹിമ, പിന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അടുക്കൽ വന്നു. ഫഖാല ഐന തുരീദ്, എങ്ങോട്ടാ നിങ്ങൾ പോകുന്നത്? വല്ലാഹി ഇന്നി ലഅظن അന്ന الشيطان قد جاءك في منامك فأمرك بذبح ابنك. ഇത് അള്ളാഹുവിന്റെ കൽപ്പന ഒന്നല്ല, ഒരു പൈശാചികമായ സ്വപ്നമാണ് ഉണ്ടായിട്ടുള്ളത്. ശൈത്വാൻ വന്നിട്ട് നിങ്ങളോട് പറഞ്ഞതാണ് മകനെ അറക്കാൻ, അതുകൊണ്ട് അതിന് വഴിപ്പെടണ്ട. ഇബ്രാഹിം നബിയോട് പറയാൻ. ഫഅറഫഹു ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം നബിക്ക് കാര്യം പിടിക്കുന്നത് ശൈത്വാനാണ്. ഫഖാല ഇലൈക അന്നി യാ അദുവല്ലാഹ് ഫവല്ലാഹി ലഅംദിയന്ന ലിമാ അമറനി ലിഅംരി റബ്ബി. വട ശൈത്വാൻ ലഈൻ, നീ മാറി നിൽക്കുക, തീർച്ചയായും അള്ളാഹു എന്നോട് കൽപ്പിച്ച ഒരു കാര്യത്തിലേക്ക് ഞാൻ ഉളരുക തന്നെ ചെയ്യും, ആ വഴിയെ ഞാൻ ഗമിക്കുക തന്നെ ചെയ്യും, പിന്തിരിപ്പിക്കാൻ കഴിയില്ല. അങ്ങനെയാണ് അറക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നത്. അങ്ങനെ അറക്കാൻ വേണ്ടി കിടത്തിയ സമയത്ത് പറഞ്ഞല്ലോ, വനാദീനഹു യാ ഇബ്രാഹിം ഖദ് സ്വദ്ദഖ്ത റുഅ്യാ ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ, നിങ്ങൾ ആ പരീക്ഷണത്തിൽ വിജയിച്ചിട്ടുണ്ട്, അത് വ്യക്തമായൊരു പരീക്ഷണമാണ്. ശേഷം ഖുർആൻ പറഞ്ഞു ഫദൈനാഹു ബിദിബ്ഹിൻ അളീം, അളീമായ ഒരാടിനെ നൽകി, ഒരു അറുക്കപ്പെടുന്ന ആടിനെ നൽകി അദ്ദേഹത്തിന് നമ്മൾ ദണ്ഡമാക്കി കൊടുത്തു. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ ബദലിൽ ആടിനെ അറക്കാൻ പറഞ്ഞു. ഏതാണ് ആട് എന്ന വിഷയത്തിൽ ഇമാമുകൾ പല അഭിപ്രായക്കാരാണ്. ആടിനെയാണ് അത് അറുത്തത്. അങ്ങനെ അറക്കുന്ന സമയത്ത് അവിടെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. ഇസ്മായിൽ നബി അലൈഹി സ്വലാം ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. ഇബ്രാഹിം നബി അല്ലാഹു അക്ബർ അൽഹംദുലില്ലാ എന്നും പറഞ്ഞു. അത് പിന്നെ തക്ബീറായി രൂപാന്തരപ്പെട്ടു. ഇപ്പം അത് പതിവുണ്ടല്ലോ, സുന്നത്തായി ശേഷിച്ചു എന്നാണ് ഖുർത്തുബി 15:106. അങ്ങനെ ഒരു വലിയ ആടിനെ നൽകി പകരത്തിൽ അറുക്കാൻ കൊടുത്തു. ആ ആട് പല അഭിപ്രായങ്ങളുണ്ട്. റാസി 26:35 ഫഖീല ഇന്നഹുൽ കബ്ഷുല്ലദി തഖറബ ബിഹി ഹാബീൽ ഇബ്നു ആദമ ഇലല്ലാഹി തആല, ആദം നബി അലൈഹിസ്സലാമിന്റെ മകൻ ഹാബിൽ അള്ളാഹുവിലേക്ക് വഴിപാട് നടത്തിയ, ഖുർബാൻ നടത്തിയ ആടാണ് എന്ന അഭിപ്രായമുണ്ട്. അത് സ്വർഗത്തിൽ ഇങ്ങനെ മേഞ്ഞു നടക്കുകയായിരുന്നു. ഇപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ അറക്കാൻ വേണ്ടി നൽകിയത്. വേറെ ചില ആളുകൾ പറയുന്നത് സ്വർഗത്തിൽ 40 വർഷം മേഞ്ഞു നടന്ന നല്ല ഒരു ആടിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയതാണ്. വഖാല സുദ്ദി, ഇമാം സുദ്ദി റഹിമഹുല്ലാഹ് പറയുന്നത്, നൂദിയ ഇബ്രാഹിം, അറക്കാൻ വേണ്ടി ശ്രമിക്കവേ ഇബ്രാഹിം നബിയെ വിളിക്കപ്പെട്ടു. ഫൽതഫത്, തിരിഞ്ഞു നോക്കി. ഫൈദാഹു ബികബ്ശിൻ അംലഹ ഇൻഹത്ത മിനൽ ജബൽ, അപ്പോൾ പർവ്വത ശിഖരത്തിൽ ഒരു ആട് ഇങ്ങനെ ഇറങ്ങി വരുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാം എഴുന്നേറ്റു, അതിനെ പിടിച്ചറുത്തു. അപ്പൊ ആടേതാണെന്ന വിഷയത്തിൽ പല അഭിപ്രായമുണ്ട്. ഏതായാലും ഉദ്ഹിയ്യത്തിന്റെ താഴ്വേരുകൾ ഈ രണ്ടു പ്രവാചകരിലേക്കാണ്, ഈ സ്നേഹനിധിയായ പിതാവിലേക്കും പിരിശപുത്രൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിലേക്കുമാണ് ചെന്നുമുട്ടുന്നത്. അതൊരു വഴക്കമായി വജഅൽ ലി ലിസാന സുദിഖിൻ ഫിൽ ആഖിരീൻ എന്ന് ഖുർആൻ പറഞ്ഞ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ദുആ ഇന്നും ഇവിടെ ഫലിച്ചുകൊണ്ടിരിക്കുന്നു. പിൽക്കാലക്കാരിൽ നല്ല കീർത്തി മഹാനവറുകൾക്ക് അല്ലാഹു നൽകി. മഹാനവറുകളെയും ആ പിരിശപുത്രൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെയും അനുസ്മരിച്ചുകൊണ്ടാണ് ബലിപെരുന്നാളിന് ബലിദാനം എന്ന് പറയുന്ന വലിയ ശ്രേഷ്ഠമായ കർമ്മം
ലോക മുസ്ലിങ്ങൾ നടത്തി വരുന്നത് വലിയ ശ്രേഷ്ഠമായ കർമ്മമാണ്. ഉദ്ഹിയ്യത്തുമായി ബന്ധപ്പെട്ട ചരിത്ര വിവരങ്ങൾ ഇതാണ്. ബലിപെരുന്നാൾ ത്യാഗത്തിൻ്റെയും അർപ്പണബോധത്തിൻ്റെയും ചിന്തകളാണ് നമുക്ക് ഉണ്ടാക്കിത്തരേണ്ടത്. കാരണം അള്ളാഹുവിൻ്റെ തീരുമാനം അതെന്താകട്ടെ ശിരസ വഹിക്കേണ്ട, അതിന് കീഴ്പ്പെടേണ്ടവനാണ് ഒരു യഥാർത്ഥ മുസ്ലിം എന്നുള്ള പാഠം ആ പിതാവും ആ പുത്രനും തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാലങ്ങൾ എത്ര പോയാലും ഇന്നും ഏറ്റവും നല്ല ഒരു ഉദാഹരണമായി മാതൃകയായി അവരിങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയൊരു സംവിധിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ബറക്കത്ത് കൊണ്ട് സാധുക്കളായ നമ്മെ എല്ലാവരെയും നന്നാക്കി തരട്ടെ. നമ്മൾ നമ്മുടെ ഉസ്താദുമാർ, മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ, സ്നേഹിച്ചവർ, സഹായിച്ചവർ, എത്രയോ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടവർ, അല്ലാഹു അവരെ എല്ലാം ഖബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.